ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ചെടികളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. ഇപ്പോൾ മഴയൊക്കെ കുറവുണ്ട്, ചെടികൾക്കൊക്കെ ഒരു ഉഷാർ വന്നിട്ടുണ്ട്. ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. എടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മൈലാഞ്ചിയൊക്കെ മഴയായിട്ട് എന്തോ പോലെ ആയിരുന്നു, അതൊക്കെ വെട്ടി നിർത്തി ഇപ്പം നല്ല തെഴുത്ത് നല്ല ഉഷാറായി വന്നിട്ടുണ്ട്. അതുപോലെ കുറേ ചെടി ഞാൻ വെട്ടിക്കളഞ്ഞിരുന്നു, അതൊക്കെ ഇപ്പോൾ തെഴുത്ത് നല്ല ഉഷാറായിട്ടുണ്ട്. ഇതൊക്കെ എന്തോ പോയ മാതിരിയായിരുന്നു, ഇതൊക്കെ നല്ല ഉഷാറായി വന്ന്. ഇതാ ഞാൻ അന്ന് പറഞ്ഞ ഈ ചെടി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതും അതിൻ്റെ പൂവിടുന്നതും ഇവിടെ വന്നതിന് ശേഷം. ഇതൊക്കെ വെട്ടിയതാ, അതൊക്കെ തൂങ്ങിയിട്ട് കരിഞ്ഞ പോലെ ഉണ്ടീനു. അതൊക്കെ നല്ല വൃത്തിയാക്കി വെച്ച് ഒപ്പം നിറച്ചും പൂവുണ്ടാകുന്നുണ്ട്. ഇതിൻ്റെ 3 കളറുണ്ട്, ഇത് 2 പിടിച്ചിട്ട് പൂവായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ പൂവായിരിക്കും. ഇത് ഞാനൊരു തൊണ്ടിൽ നട്ടായിരുന്നു. ഇത് നല്ല രസമാണ് പൂവ് കാണാൻ. തൊണ്ട് നിറഞ്ഞ് വേരൊക്കെ പുറത്താണുള്ളത് ഇതിൻ്റെ. പിന്നെ ഇതൊക്കെ വെട്ടി നിർത്തിയായിരുന്നു, മഴയത്ത് എന്തോ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തെഴുത്ത് നല്ല ഉഷാറായി വന്ന്. എന്നാൽ ചട്ടിയിലല്ല കേട്ടോ, ഇത് മതിൽ പിടിപ്പിക്കുന്ന ചെടിയാണ്. മതിലല്ല, അതൊക്കെ വെക്കാൻ പറ്റുമോ. ഞാൻ മതിൽ കയറ്റി വിട്ടതാണ്. മതിൽ കയറ്റാൻ പറ്റിയ ഇഷ്ടംപോലെ ചെടികളുണ്ട്. ഇതെന്നെ റോസയൊക്കെ വെട്ടിയതായിരുന്നു, നമുക്ക് നല്ല തെഴുത്ത് ഉഷാറായിട്ടുണ്ട്. അത് പിന്നെ ഇതൊക്കെ നല്ല ഭംഗിയാണ്, നിറച്ചും പൂവുണ്ടാവും ഇതിലൊക്കെ. എല്ലാം വെട്ടിക്കൊടുത്തതിന് ശേഷം ഉണങ്ങിപ്പോകുന്ന ഞാൻ വിചാരിച്ചത്, പക്ഷെ എല്ലാം തെഴുത്ത് ഉഷാറായിട്ടുണ്ട്. ഇത് മതിൽ കയറ്റി വിട്ടതായത്, ഇതൊക്കെ നല്ല വൃത്തിയാണ്. മതിൽ നല്ല ഭംഗിയിൽ വെച്ചെടുത്താൽ ഇതൊക്കെ മതിൽ കയറ്റി വിട്ടതാണ്. ഇതെൻ്റെ റോസ, ഇത് ബെഡ് റോസയാണ്. നമ്മളെ മുമ്പ് കൊണ്ടുപോയിട്ടുള്ള റോഡിന് സൈഡിൽ കൂടെയാണ് ചെടി നട്ടുപിടിപ്പിച്ചതാണ്. മക്കൾ പൂവൊക്കെ പറിച്ച് കളിക്കുകയാണ്. പിന്നെ ഇത് വയലിൽ നിന്ന് കണ്ടതാട്ടോ, ഒരു ചേമ്പ്. അത് കണ്ടിട്ടുള്ള രസം തോന്നിയിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് എൻ്റെ അയൽവാസി എനിക്ക് കൊണ്ടുത്തന്ന ചെടിയായിരുന്നു. ഞാനതൊക്കെ മുറിച്ച് മണ്ണറച്ച് നട്ടു.